കേരളത്തിൽ നിന്നും ഞങ്ങൾ ഇന്ന് ബീഹാറിലേക്ക് ട്രെയിനിൽ ഒരു യാത്ര പോവുകയാണ്. ട്രെയിൻ നമ്പർ 125-22 എറണാകുളം ജംഗ്ഷൻ, ബറൗണി ജംഗ്ഷൻ, റാപ്തി സാഗർ എക്സ്പ്രസ് ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 4 കടന്നു വരികയാണ്. ഇവരൊക്കെ അൺറിസർവ്ഡിൽ കയറാനുള്ളവരാണ്. 4 അൺറിസർവ്ഡ് കോച്ചുകളാണുള്ളത്. 2 പുറകിലും 2 മുന്നിലും. 6 സ്ലീപ്പർ, 1 തേർഡ് AC എക്കണോമി, 5 തേർഡ് AC, 2 സെക്കൻഡ് AC, 1 ഫസ്റ്റ് AC. അങ്ങനെയാണ് ഇതിൻ്റെ കോച്ചുകളുടെ കണക്ക്. 2021 മേഡ് B1 കോച്ച്. ഇതിലാണ് ഇനിയിപ്പം അടുത്ത ദിവസങ്ങളിൽ നമുക്ക് യാത്ര ചെയ്യാനുള്ളത്. 38-35 ആണ് നമ്മുടെ ബെർത്തുകൾ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 125-22 എറണാകുളത്ത് നിന്നും ബറൗണി വരെ പോകുന്ന റാപ്തി സാഗർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷൻ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. 10:52 അങ്ങനെ ബീഹാറിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ജനറലി ഇപ്പോൾ നല്ല തിരക്കാണ്. സീറ്റൊന്നുമില്ല, ആൾക്കാർ തൂങ്ങിയിട്ട് തന്നെയാണ് പോവുക. തെലങ്കാനയിലെ മഞ്ചിറയിൽ നിന്ന് സ്റ്റേഷൻ കഴിഞ്ഞ് ഇപ്പോൾ സ്ലീപ്പർ ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നല്ല തിരക്കാണ്. ഒരു ബെർത്തിൽ 3-4 ആൾക്കാരൊക്കെയാണ്. സൈഡിൽ ഓവറായാലും ശരി, മിഡിൽ ബെർത്ത് ആയാലും ശരി, എല്ലാം കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡോറിൻ്റെ ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നൊക്കെ ഉണ്ട്. കുറച്ച് മോശം തന്നെയാണ്. ഗഗ്ര റിവർ, ട്രെയിൻ ഇപ്പോൾ മുസാഫർപൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 5 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇത് ജംഗ്ഷൻ വരാൻ കാരണം സീതാമതി വഴി, അതായത് നമ്മുടെ ഇന്ത്യ നേപ്പാൾ ബോർഡറായ റക്സൗളിലേക്ക് ഒരു റൂട്ടുണ്ട്. 130 കിലോമീറ്റർ ഉണ്ട് അവിടേക്ക്. 1ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വന്നത്. അങ്ങനെ ദീർഘമായ യാത്രയ്ക്ക് ശേഷം ട്രെയിൻ ഇതാ ബീഹാറിലെ ബറൗണി ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാവിലെ 10:50 അവിടെ നിന്ന് ട്രെയിൻ കയറിയത്. ഇന്നിപ്പോൾ ഇതാ തിങ്കളാഴ്ചയായി 12:05.